Okay, so we are going to continue on with our dinner show. So we have a comedy plan or comedy skit planned for you by our very own Baby Vettikat and team. So we're going to invite them onto the stage. While you are eating, please make sure you are listening, and we hope this is a great opportunity for you to laugh along with us. ഹലോ അനീസേ, നീ എന്നാ ഇവിടെ? എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്. ഓ എടി ബിബി, നീയായിരുന്നോ? അതെ, ഇത് ഞാൻ തന്നെയാണ്. നാളായല്ലോ കണ്ടിട്ട്. അച്ഛാ എവിടെയാ ഇപ്പൊ നീ? എടി, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നാണ്ട് വിശേഷം? നിനക്ക് എന്നാണ്ട് വിശേഷം? എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, എനിക്കൊരു കുഞ്ഞായി. ഞാനിപ്പോ ഡൽഹിയില് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അച്ഛാ, എനിക്ക് ഇപ്പം ടിക് ഫോം ഒക്കെ വന്നേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് ആറിൻ്റെയും CG-യുടെയും ഒക്കെ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പഠിക്കാൻ വന്നതാണ്. അപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ എൻ്റെ മമ്മിയുടെ അടുത്താക്കാൻ വന്നതാണ്. നിനക്ക് എന്നാണ്ട് വിശേഷമൊക്കെ? എടി, എൻ്റെ കല്യാണം കഴിഞ്ഞു. എന്നെ കെട്ടിച്ചിരിക്കുന്നത് ഷിക്കാഗോയിലാണ്. എൻ്റെ ആളും അവിടുന്ന് തന്നെയാണ്. ഓ, നിന്നെ അമേരിക്കക്കാരൻ തന്നെയാണോ കെട്ടിയത്? അതിനെന്നാടി, എന്നെ അമേരിക്കക്കാരന് കെട്ടിയ കൊള്ളിയല്ലേ? അല്ല, നമ്മൾ നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നല്ലോ, എൻ്റെ ആൾക്കാരൊക്കെ അമേരിക്കയിലുണ്ടല്ലോ, പക്ഷെ അവരാരും കൊണ്ടുപോയില്ലേലും ഞാൻ പഠിക്കുന്നതുകൊണ്ട് എൻ്റെ സൗന്ദര്യം കൊണ്ട് എന്നെ ആരെങ്കിലും വന്ന് കെട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷെ നിന്നെ അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനും ഇവിടെയൊക്കെ തരും. കുഴപ്പമല്ല പറഞ്ഞത്. പിന്നെ നിന്റെ വിവാഹ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ആളെങ്ങനെയുണ്ട്? എടി, ഒന്നും പറയണ്ടടി. എൻ്റെ ആള് ഒത്തിരി നല്ലതാടി. എൻ്റെ മോളേന്ന് മാത്രമേ വിളിക്കുള്ളൂ. കണ്ടിട്ടില്ല ഞാൻ ജീവിതം മലർ ചെണ്ടു പോലൊരു മാനസം. എന്നോട് എന്ത് സ്നേഹാന്നറിയാവോടി. ഞങ്ങൾ എന്നും സിനിമയ്ക്ക് പോകും. കല്യാണം കഴിഞ്ഞ ഉടനെ ഒരമ്മയുള്ളതാണെങ്കിൽ രാവിലെ എനിക്ക് എന്നും പാലെടുത്ത് ബോൺവിറ്റ കലക്കി തരുമായിരുന്നു. മോള് വണ്ണം വെക്കട്ടെ എന്ന് പറഞ്ഞ്. ഒരു നാത്തൂനുള്ളത്, നീ കേക്ക്, ഒരു നാത്തൂനുള്ളത് തുണിയൊക്കെ അലക്കി മടക്കി തേച്ച് പെട്ടിക്കകത്ത് കൊണ്ട് വെച്ച് തരുമായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാടി, ഒത്തിരി ഹാപ്പി. നീ കേരളത്തിലെ അമ്മായിമ്മ തന്നെ വല്ലേ പറയണം നാത്തൂനും? അതൊക്കെയാണ് ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. പക്ഷെ അവർ കേരളത്തിലെ തന്നെയാടി. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എൻ്റെ ചക്കരേന്ന് വിളിക്കത്തുള്ളൂ. എപ്പോഴും എനിക്ക് ഡോളർ ചടിച്ചു തരുവേ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഷോപ്പിങ്ങിന് പോകാനായിട്ടിരിക്കുക. അമ്മായിമ്മ, പക്ഷെ എൻ്റെ അമ്മായിമ്മ നാടനാണേ. പുള്ളിക്കാരത്തി എന്നോട് എപ്പോഴും എടി ഇത് കഴിച്ചോ, എടി ഇത് കഴിച്ചോ. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ് എൻ്റെ എടിപേടിയൊന്നും അമ്മ വിളിക്കല്ലേ, എനിക്കൊരു പേരുണ്ട്. പക്ഷെ അമ്മ അതാ ശീലിച്ചിരിക്കുന്നത്. നല്ലൊരു പാവ അമ്മയാണ്. പിന്നെ എന്തിനാടി നീ ഈ കൊച്ചിനെ നിന്റെ സ്വന്തം അമ്മയുടെ അടുത്ത് കൊണ്ടേ ആക്കുന്നത്? അത് പിന്നെ നമ്മുടെ അമ്മയെന്ന് പറയുമ്പോഴേ തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ തന്നമ്മ പൊന്നമ്മയല്ലേടി. മനസ്സിലായി, എപ്പോഴും അമ്മായിമ്മയല്ലേ? അതെ അതെ അതെ, അത് സത്യ. എടി, നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ അടുത്തുണ്ടായിരുന്ന പാപ്പിച്ചേട്ടൻ? ഓ, മുറ്റത്ത് കയറിയിട്ട് പാപ്പിച്ചേട്ടൻ. അത് അമേരിക്കക്ക് പോയില്ലേ? അതെ, നീ അത് ഞങ്ങളുടെ അടുത്തോട്ടാ വന്നേക്കുന്നത്, ന്യൂയോർക്കിലാ. എടി, പുള്ളിയുടെ ഒരു കഥയുണ്ട്, നിനക്കറിയാവോ? ഓ, ഐ തിങ്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഞാൻ മറന്നുപോയി. എന്നായിരുന്നു എടി, അതൊന്നും പറഞ്ഞെടി. എടി, പണ്ട് ഈ പാപ്പിച്ചേട്ടൻ കൂത്താട്ടോളം ചന്ത, എല്ലാ ബുധനാഴ്ചയും ചന്തയുണ്ട്. ചന്തയിൽ പോവുമായിരുന്നേ. അപ്പം അന്നത്തെ കാലത്ത് ആളുകൾ ചന്തയിലാണ് ഈ കോഴീനെയും പോത്തിനെയും ആടിനെയും ഒക്കെ കൊണ്ടേ വിൽക്കുന്നത്. അപ്പോൾ ഒരു ചാക്ക് തേങ്ങയായിട്ട് ഈ പാപ്പിച്ചേട്ടൻ കടപ്പളാമറ്റത്തുനിന്ന് കയറി മരങ്ങാട്ടുപള്ളി ചെന്ന് കഴിഞ്ഞപ്പം പാപ്പിച്ചേട്ടൻ നല്ല സൈഡ് സീറ്റിലിരുന്ന് കാറ്റൊക്കെ അടിച്ച് പുള്ളി ഉറങ്ങിപ്പോയി. ഉഴുവൂര് ചെന്ന് കഴിഞ്ഞപ്പോൾ പാപ്പിച്ചേട്ടത്തിന്റെ മുഖത്ത് കുറച്ച് വെള്ളം വീണു പൊക്കത്തിന്ന്. അന്ന് മഴയൊന്നുമില്ലായിരുന്നു. പക്ഷെ പുള്ളി ഉണ്ടല്ലോ, അന്നേരെ കണ്ടക്ടറെ വിളിച്ചു ചോദിച്ചു, ഇതെന്താടോ പൊക്കത്തിന്ന് വെള്ളം വീഴുന്നത്? കണ്ടക്ടർക്ക് കാര്യം പിടി കിട്ടി. പക്ഷെ പറയാൻ പറ്റുമോ ആടും മുള്ളിയതാന്ന്? ഓ, മൂത്രത്തിന്റെ കഥ ഞാനിപ്പോ ഓർക്കുന്നു. ആടുപുള്ളിക്കാരി. ഉടനെ കണ്ടക്ടർ പറഞ്ഞു, പാപ്പിച്ചേട്ടാ അവിടുന്ന് തേങ്ങാട് ചാക്ക് പൊട്ടിയതാ, അതുകൊണ്ട് തേങ്ങാവെള്ള. ഉടനെ പാപ്പിച്ചേട്ടൻ ആ തേങ്ങാവെള്ളം കുടിച്ചിട്ട് പറയാ, എന്തായാലും നല്ല പുളിയാ, ചീക്കത്തേങ്ങായാന്നാ തോന്നുന്നേ.
അത് ഞാൻ ഓർക്കുന്നു, ഇപ്പൊ ഓർക്കുന്നു. നീ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി പാപ്പിച്ചേട്ടൻ അമേരിക്ക ചെന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടോ, എന്തൊക്കെ കാണാനിരിക്കുന്നു. നമ്മളങ്ങ് ചെല്ലോ, നമ്മളും ഇതുപോലെയൊക്കെ ഓർക്കുവോ പോലും നമ്മുടെ കെട്ടിയവന്മാരെ. അത് തന്നെ. എടി എനിവേ സമയം പോയി. മമ്മിയുടെ അടുത്ത് ഞാൻ കൊച്ചിനെ ആക്കിയിരിക്കുവാണ്. കൊച്ചു അവൻ മമ്മിയും കൂടി ഒന്ന് അടുക്കട്ടെ എന്ന് ഓർത്താ. ഞാൻ പെട്ടെന്ന് പോവാട്ടോ, എനിക്ക് ഇച്ചിരി ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കെട്ടിയവന് എന്നും ഡോളർ അയച്ചു തരുമെന്ന്. അവിടെ ഇച്ചിരി ഷോപ്പ് ചെയ്തോട്ടോ കേട്ടോ. അപ്പൊ പിന്നെ കാണാവേ. അപ്പൊ ശരി, നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ. Bibi and baby meeting each other after 20 years in Cancun Summit. ആനീസേ, നീയാണോ ഇത്? No, Anis. I'm baby Sunny. Oh, you baby. I remember. അതെ അതെ, ഞാൻ ബിബി തന്നെയാ. Long time ago I saw you in Kerala. ഓ, ഇവിടെ ഒടുക്കത്തെ ഇംഗ്ലീഷ്. We are in America. You don't know how to speak English? എനിക്കറിയാം മോളെ, ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. But we are in a Cancun for summit, so we have to say English, But I think like that way. Anyway, how are you doing, baby? ഞാൻ ഓക്കെ ആടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജീവിതം അത്ര സുന്ദരമൊന്നും അല്ലടി, ഇങ്ങനെ പോകുന്നു. ഞാൻ അമേരിക്കയിൽ വന്നു, ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. എൻ്റെ ഏടി ഒന്നും പറയണ്ട, എൻ്റെ ചേട്ടൻ എന്നെ ഇപ്പം മറ്റേ മോളെ നാടി വിളിക്കുന്നത്. കണ്ടിട്ടില്ല ഞാൻ ജീവിതം മലർ ചെണ്ടുവ എന്നൊക്കെ പാടുന്ന ആഗ്രഹം ഉണ്ടടി. ഇതുപോലൊരു കാലം മാടനെ ഞാൻ കണ്ടിട്ടില്ലടി. ഒരമ്മ ഉണ്ടായിരുന്നത് പാവം, കുഴപ്പമില്ല, മരിച്ചുപോയി. നാത്തൂനോടുള്ള സ്നേഹം മൂത്ത് അതിനെ ഇവിടെ കൊണ്ടുവന്നു. ആ ആന മറുത കെട്ടും പൊട്ടിച്ച് വീട്ടിൽ വന്ന് നിൽക്കുവാടി. എന്നിട്ട് ഒടുക്കത്തെ പോരും. എൻ്റെ ആടി, ഇതൊക്കെയാടി എൻ്റെ ജീവിതം. 5 പിള്ളേരുണ്ട്, ഓവർ ടൈം ചെയ്യണം. ആ പുള്ളിക്കാണ് എന്നെ കണ്ണെടുത്ത കാണാൻ മേല. എന്തൊക്കെയായിരുന്നു അന്ന്. അവന് എന്താ നിന്നെ വിളിച്ചോണ്ടിരുന്നേ? ചക്കര മോള. ഇപ്പഴും വിളിക്കും മറ്റേ മോളെന്ന്. എന്റെ ലൈഫ് എന്ന് പറഞ്ഞാ സ്റ്റിൽ അടിപൊളി. ഇപ്പോഴും എന്നെ ചക്കരേന്നേ വിളിക്കത്തുള്ളൂ. എല്ലാ സാധനവും ഞാനൊന്നും കുക്ക് ചെയ്യണ്ട, സണ്ണി എല്ലാം കുക്ക് ചെയ്തോളൂവേ. ഒരു ചായ ഉണ്ടാക്കും. ഓ വാ, ഒരു ചായ ഉണ്ടാക്കാനാണ് ഈ വാവ് പറയുന്നത്. എടി നാട്ടിൽ പറഞ്ഞിട്ടില്ലേ കൈപുണ്യ കൈപുണ്യ എന്ന് പറഞ്ഞിട്ടില്ലേ? കൈക്കുണ്യ എന്നല്ല, കൈപുണ്യം കൈപുണ്യം. Whatever it is, that's from Sunny. ഇവക്ക് ഇംഗ്ലീഷ് ഒട്ട് അറിയാനും മേല, മലയാളം മറന്നും പോയെന്നാ തോന്നുന്നേ. മറന്നിട്ടൊന്നുമില്ല, പക്ഷേ I have to say English all the time in my work, so I have to say, I'm in a nurse, top of the nurses, so I have to say. നീയോ? യെസ്. ഒന്നുമില്ലല്ലോ, നമ്മൾ 2 ഓൾ ഇന്ത്യ പഠിച്ചവരല്ലേ, അങ്ങനെയല്ലേ നമ്മളെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്നത്. ഇപ്പം ഇത്രയും വർഷമൊക്കെ ആയിപ്പോയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എല്ലാവരോടും ഡോക്ടേഴ്സിനോടും ബാക്കി എൻ്റെ കൊളീജൻസിനോടൊക്കെ പറഞ്ഞ് എനിക്ക് ഇതേ അറിയത്തുള്ളൂ. പിന്നെ ഇതുണ്ടല്ലോ, നല്ലൊരു അടി കൊടുത്ത മാറാവുന്ന സൂക്കേടേ ഉള്ളൂ. ശരിക്കും കൊടുക്കണം. പക്ഷേ എടി എനിക്കൊരു കോള് വരുന്നുണ്ട്. സണ്ണി എന്നാ, ഞാൻ സൈലന്റിലായിട്ടിരിക്കുന്നത്, പക്ഷെ അങ്ങ് വിളിച്ചോണ്ടിരിക്കുക. എന്നെ മിസ് ചെയ്യുന്നെന്നാ തോന്നണേ. ഹലോ സണ്ണി, എന്താണ്ട്? എന്തിനാ വിളിച്ച സണ്ണി? അത് ശരിയാ, നീ ഏതായാലും 3-4 ദിവസം കൂടി ഒന്ന് വിളിച്ചല്ലോ. എടി, നിനക്ക് ഇവിടെ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ മേലായിരുന്നു. ഇവിടെ നിന്റെ അമ്മയുണ്ട്, പിള്ളേരുണ്ട്, ഇതൊന്നും ഓർമ്മയില്ലാതെയാണ് 3-4 ദിവസമായിട്ട് ഇപ്പോഴാണല്ലോ നീ വിളിക്കണത്. സണ്ണി പതുക്കെ പറ. ഞാൻ ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ തോരനുണ്ട്. ഇതെല്ലാം ഞാൻ വെച്ചിട്ടല്ലേ പോകുന്നത്. ഒരു ദിവസം, ഒരു 2-3 ദിവസം അല്ലേ ഞാൻ എൻജോയ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ഒന്നും പറയാതെ. എവിടെ ഉണ്ടാക്കി വെച്ചെന്ന്? എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞാൻ കണ്ടില്ല. എന്റെ സണ്ണി അപ്പുറത്തെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ചായ മമ്മി ഉണ്ടാക്കി തരും, ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ച് ചോറിന്റെ കാര്യമുള്ളൂ, അതും മമ്മി ഇട്ടോളും.
പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കാടയിൽ ഒരു കുറച്ച് $50, $10, $5 ഒക്കെ ചാർജ് കാണുന്നുണ്ട്. എന്നെ കാണിച്ചതാ ഇതെല്ലാം. എന്റെ സണ്ണി, ഇവിടെയൊക്കെ ഓരോരുത്തർ 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്കൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഞാൻ 50 കാണിച്ചില്ല, എൻ്റെ സ്റ്റാറ്റസിന് മോനായിയാണല്ലോ എന്നോർത്ത് ചുമ്മാ ചാർജ് ചെയ്ത. എൻ്റെ പൊന്ന് സണ്ണി, ഞാൻ അവിടെ വരുമ്പോൾ ഓവർടേക്ക് ചെയ്തോളാം പ്ലീസ്. ഒഴുകുക. നീ ഓവർ ടൈം ചെയ്യോ ഇല്ലാതെ ഇരിക്കുക. ഇനി കാടയിൽ ചാർജ് ചെയ്യരുത്, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, വെച്ചോ ഫോൺ. എടി സണ്ണി ആയിരുന്നേ. സണ്ണിക്ക് എന്നെ കാണാതെ ഇരുന്നിട്ട് ഭയങ്കര സണ്ണി ഒന്ന് വെച്ചോട്ടെ സണ്ണി, ഞാൻ വന്നോളാം. ഐ മിസ് സണ്ണി ഉമ്മ. മനസ്സിലായി മോളെ. മിസ് ചെയ്തിട്ട് വല്ലാതെ വിഷമം. അതെ, എനിക്ക് മനസ്സിലായത് നിന്നെ തന്നെയാ മിസ് ചെയ്യുന്നേന്നുള്ളത്. എടി എൻ്റെ മമ്മി എൻ്റെ കൂടെ ഉണ്ടേ. അമ്മായിമ്മ ഉണ്ടല്ലോ, അമ്മായിമ്മയായിരുന്നല്ലോ ആദ്യം, നിനക്കറിയാമല്ലോ. പുള്ളിക്കാരത്തേക്ക് എപ്പോഴും സിക്കായിരുന്നു. ഞാനേ നാത്തൂനോട് പറഞ്ഞ് നമ്മുടെ അമ്മമാര് പെമ്മക്കടെ കൂടെ നിൽക്കുന്ന നല്ലത്. ഞാൻ പുള്ളിക്കാരത്തെ അങ്ങനെ സ്മൂത്തിൽ അവളുടെ കൂടെ അങ്ങ് വിട്ടു. നീ കൊള്ളാലോടി ആള്, ഭയങ്കര സാധനം തന്നെ. പക്ഷെ ഞാൻ എൻ്റെ മമ്മീനെ നോക്കുന്നില്ലേ? പിന്നെ അത് സ്വന്തം മമ്മീനെ എല്ലാരും നോക്കൂല്ലോ. അത് ഞാൻ പണ്ടേ പറയില്ലേ. എടി, നിന്റെ അമ്മായിമ്മയുടെ അസുഖങ്ങളൊക്കെ എങ്ങനെയുണ്ടെടി? എടി എപ്പോഴും അതിന് അസുഖം, എപ്പോഴും ബോധം കെടും, ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഞാനിപ്പം മരിക്കൂലോ എന്ന് ഓർക്കും. അങ്ങനെ ഞാൻ എല്ലാ വർഷം നാട്ടിൽ പോകുമ്പോൾ ഒരു കറുത്ത സാരിയും ബ്ലൗസും കൊണ്ടുവരും. എന്തിനാണെന്നറിയോ? അതിൻ്റെ ഫ്യൂണറിന് കൊള്ളാൻ. പക്ഷേ ഞാൻ മടുത്തു. ഇപ്പം എത്ര കറുത്ത സാരിയാണ് വീട്ടിൽ ഇരിക്കണേന്നറിയോ? ഈ വർഷം പോയപ്പം ഞാൻ എന്താ ചെയ്തതെന്നറിയോ? ഒരു കറുത്ത ചട്ടയും കറുത്ത മുണ്ടും കറുത്ത ഷോളും അങ്ങ് മേടിച്ച്. എന്തിനാ? ആ തള്ള പോകുമെന്ന് ഓർക്കണ്ട, എൻ്റെ അടക്കിന് ആ തള്ളക്ക് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. കുഴപ്പമില്ലടി, നിനക്കുള്ള പൊടി ഇട്ടിട്ടേ ഉള്ളൂ ആ തള്ള ഇവിടുന്ന് പോകുള്ളൂ. പൊടിയോ വടിയോ പൊടി കണ്ടിട്ടേ പോകൂ. അതെനിക്ക് ഉറപ്പായി. ഞാൻ എത്ര കറുത്ത സാരിയാ വാങ്ങിച്ചു വെച്ചെന്നറിയാവോ? ഓഹോ, അത് തന്നെയല്ല, വേറൊരു കാര്യം കേൾക്കണം. പുള്ളി ഭാവി ഇത് മനസ്സിലിട്ടോണ്ട് മകളുടെ കൊച്ചിന്റെ ബാപ്റ്റിസത്തിന് ഇംഗ്ലീഷ് ചർച്ചിലാണ്, കാരണം അവളെ കെട്ടിയിരിക്കുന്ന ഇംഗ്ലീഷ് ആണല്ലോ. അപ്പം കുർബാനയൊക്കെ കഴിഞ്ഞു. കുർബാന കഴിഞ്ഞപ്പം നമ്മുടെ ഇംഗ്ലീഷ് അച്ഛൻ ദ ബാപ്റ്റൈസ്ഡ് ബേബി and his father and mother come forward for the last blessing. പാപ്പൻ എന്നെ കാണിച്ചത് ചാടിയിട്ട് ഫാദറെ വിളിച്ചല്ലേ എന്ന് പറഞ്ഞ് ചാടി അങ്ങ് എണീറ്റു. മാത്തുക്കുട്ടിച്ചേട്ടൻ അവിടെ ഇരുന്നോണ്ട് ഇരിക്കു ചാച്ച. അപ്പോഴത്തേക്കും പറഞ്ഞു, എടാ ഫാദറിനെ വിളിച്ചു. ആ മാത്തുക്കുട്ടി ഫാദർ. ഓ പള്ളി നിറച്ച് ചിരിയ. ഇതുങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് ശരിക്കും അറിയാവോ? പിന്നെ പാപ്പിപ്പാന്റെ കാര്യം വല്ലം പറയണോ? അതൊക്കെ പോട്ടെ, അതിലും വലിയ തമാശ ഉണ്ടായിട്ടുണ്ട്. എന്താടി? ഈ മാത്തുക്കുട്ടി നീ ആരോടും പറയൊന്നും വേണ്ട. ഈ പാപ്പിച്ചായനെ കൊണ്ട് അവരോട് പറയും, ആരോട് പറയും, അങ്ങനെ പറഞ്ഞേക്കണം. ഈ പാപ്പിച്ചായനെ കൊണ്ട് റെസ്റ്റോറന്റിൽ പോയി. എവിടെയാണെന്നറിയോ പോയത്? മെക്ഡാൻസില്. അത് പിന്നെ നമ്മൾ മലയാളികളുടെ ഇരുന്ന കാര്യമാണല്ലോ. വെല്ലിപ്പനോ അല്ല അപ്പനോ അമ്മയോ ഒക്കെ അറിയുമ്പോൾ ഇവരും അവർക്ക് ഈ 2-3 ലെയറായിട്ടുള്ള സാൻഡ്വിച്ച് കിട്ടുമ്പോഴേ ഇതായിരിക്കും വലിയ നിധി. അപ്പം കാശ് മുടക്കാനും കഴിയല്ല. ഇതുങ്ങളെ കൊണ്ട് അകത്ത് വെച്ച ഫോർക്ക് സ്പൂണൊക്കെ പിടിക്കാൻ ഇതുങ്ങൾക്ക് അറിയാവോ? അതുകൊണ്ട് മെക്ഡാൻസ് മേടിച്ച് ചാച്ചാ ഇതങ്ങ് തിന്നോന്ന് പറയും. അതുകൊണ്ടായിരിക്കും കഥ കേക്ക്. ഈ മാത്തുക്കുട്ടി അപ്പാപ്പനെ അകത്ത് കൊണ്ടാണുള്ള നാണക്കേടിന്റെ പേര് വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് പോയി. അപ്പൊ മാത്തുക്കുട്ടി അകത്ത് കയറിയപ്പം നമ്മുടെ പാപ്പിപ്പാന് മുള്ളാൻ വിട്ടി. പുള്ളി പുറത്തോട്ട് ഇറങ്ങി നാട്ടിൽ മുള്ളുന്ന പോലെ അങ്ങ് മുള്ളി. അപ്പത്തേനും മാത്തുക്കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ചാച്ചാ ഇവിടെ മുള്ളല്ലോ, പോലീസ് പിടിക്കും എന്ന് പറഞ്ഞു. അപ്പത്തേനും അപ്പാപ്പൻ പറയോ, എന്റെ പൊന്നുമോനെ നിനക്ക് നേരത്തെ പറയാൻ മേലായിരുന്നു ഇതൊക്കെ ഇവിടെ പോലീസ് പിടിക്കുമെങ്കിൽ. നാട്ടിലാണ് നമ്മൾ തന്നെ ഇതൊക്കെ പിടിക്കണം, ആരും പിടിക്കാല. ഓ മൈ ഗോഡ്, ബെറ്റപ്പെടുന്നോ? അപ്പനും അമ്മയും കെട്ടിയവനും ഒക്കെ എവിടെയാന്നാ കിടക്കട്ടെ, നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. നമ്മുടെ സമ്മിറ്റ് അടിച്ച് പൊളിച്ച് ബ്ലാഷ് ഔട്ട് ആക്കി നമുക്ക് തിരിച്ചു പോവാം. ഹൗ യു എൻജോയിങ് ദിസ് സമ്മിറ്റ്? ഓ ഒന്നും പറയണ്ടടി, ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയൊക്കെ വന്നതാ. എനിക്ക് പക്ഷെ നീ ആരോടും ഡാനിയോടൊന്നും പറയല്ലേ, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എടി നമ്മള് തന്നെയാണല്ലോ വരുന്നതെന്നൊക്കെ ഓർത്ത് ഈ മെക്സിക്കന്മാരൊക്കെ ആയിട്ട് പതുക്കെ ഒന്ന് മിങ്കിളി ചെയ്യാലോ, സ്പാനിഷ് പഠിക്കാലോ എന്നൊക്കെ ആഗ്രഹമായിട്ട് ഞാൻ എത്തിച്ചേർന്നത് കാൺകൂണില്. ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ട് മാറിയാലും ഒരു ഡ്രിങ്ക് എടുത്താലും 2 ഡ്രിങ്ക് എടുത്താലും ഒരു പുള്ളി എൻ്റെ പുറകെ. നീ എന്നാടി ഇവിടെ? നീ എന്തിനാടി ആ മെക്സിക്കനോട് വർത്താനം പറയുന്നത്? 7:45 രാത്രിയാകുമ്പോൾ എന്നോട് നിനക്ക് റൂമിൽ പോകാറായില്ലേടി, ഉറങ്ങാറായില്ലേടി?
ഇതാരടി ഇത്? ഒരു രണ്ടോ മൂന്നോ ആണുങ്ങൾ അവിടെ ഉള്ളത് വീഡിയോ എടുക്കുന്നവരാ. അവരൊന്നും അല്ലടി, അവർക്ക് അതിന് സമയമുണ്ടോ പാവങ്ങള്? പിന്നെ എടി വേറെ ഒന്നും അല്ലടി, എന്റെ ഒരു കസിൻ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ട്, ഷാമോൻ പല്ലാട്ടമടം. ഓ ഓക്കെ ഓക്കെ. ഡാനിയുടെ കെട്ടുവൻ എന്റെ ബ്രദറാടി. ഈ പുള്ളി എന്നെ നോക്കാൻ വേണ്ടി ഇവിടെ വന്നേന്നുള്ള വിവരം എനിക്ക് അറിയത്തില്ലായിരുന്നു. ദയവ് ചെയ്ത് എന്റെ ടിക്കറ്റിന്റെ പൈസ ഡാനി തിരിച്ചു തന്നിട്ട് പോയേക്കണം. ഇതുപോലത്തെ കോടും ചാതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നടി. എടി നിനക്കല്ലേ അവൻ ആങ്ങളേ ഉള്ളൂ, എനിക്കോ? നീ എന്നാന്ന് വെച്ചാ ചെയ്യ, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല ഒരിക്കലും. പിന്നെ ഡാനിയുടെ ഹസ്ബൻഡ് ആയോണ്ട് വേണ്ടല്ലേ? പാവം, അത് വേറെ നിന്നൊക്കെ ഞാൻ ഒത്തിരി ഇളയതാടി. ഇളയത് നോ പ്രോബ്ലം, ഇളയതാണ് പോട്ടെ, എനിക്ക് വേണ്ട. നിനക്കെല്ലാം നോ പ്രോബ്ലം എന്ന് എനിക്കറിയാം. ഇതൊക്കെ പറഞ്ഞാലും നിന്റെ ആ പണ്ടത്തെ പാട്ടി എങ്ങനെയുണ്ടടി? അവനെയാണോ നീ കെട്ടിയത്? ഏയ് അന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഡാഡി സ്കൂളിൽ പോകുമ്പോ 10 പൈസ മതിയേ ടിക്കറ്റിന്. അപ്പൊ തിരിച്ചു വരുമ്പോ 10 പൈസ, അങ്ങനെ 20 പൈസ സ്കൂളിൽ പോകുമ്പോ തരുമായിരുന്നു എവറി ഡേയില്. പിന്നെ കോളേജിലായപ്പോ 15, 30 പൈസ. നമ്മള് ഡൽഹി പഠിക്കുമ്പം ഡൽഹിയില് സ്കൂളിന്റെ ഫീസും ബുക്കിന്റെ ഫീസും ബസ് ഫീസും എല്ലാം കൂടി ആയിട്ട് അത് മാത്രമേ തരൂ, ഒരു 5 പൈസ എക്സ്ട്രാ എൻ്റെ തരികയില്ലായിരുന്നു. അപ്പം ഐസ്ക്രീമൊക്കെ കഴിക്കാൻ മറ്റുള്ളവരെ പോലെ എനിക്കൊരു മോഹമില്ലേ. അന്നേരം ഞാൻ ഒരു ചെറിയ മുതലാളിനെ പിടിച്ചതല്ലേ, ഒരു കൊച്ചു ചെറുക്കനെ. അവന് അന്ന് ഞാൻ പറയില്ലേ ഞാൻ അമേരിക്കയ്ക്ക് പോകുമെന്ന്. അമേരിക്കയിൽ നിന്ന് സണ്ണി വന്നു, എന്നെ കണ്ടു, സണ്ണിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ അവിടെ ബൈ ഐ എം ഗോയിങ് അമേരിക്ക എന്ന് പറഞ്ഞു ഞാൻ സണ്ണിയുടെ കൂടെ പോകുന്നു. നീ എന്തൊരു സാധനാടി, നീ ഇത്രയ്ക്ക് ആത്മാർത്ഥതയില്ലാത്ത ആ ചെറുക്കനെയൊക്കെ ഇതുപോലെ നീ ഉപേക്ഷിച്ചില്ലോടി. ഞാൻ ആത്മാർത്ഥതയാണ്, അവന്റെ എത്ര പൈസ ഞാൻ ഐസ്ക്രീമിന് കൊടുപ്പിച്ചിട്ടുണ്ടെന്നറിയോ? അത് ശരിയാണ്ടല്ലേ, അതൊക്കെ നീ ചെയ്യും. ഇനി എന്റെ കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നടി അവനെ. പക്ഷെ ഗതികേട് കൊണ്ട്, അമേരിക്കക്ക് പോരാനുള്ള ആഗ്രഹം കൊണ്ട്, ഇപ്പോഴും അവനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഞാൻ വേറൊരാളെ കെട്ടി ന്യൂയോർക്കിൽ താമസിക്കുന്നു. ഇതിനും പറ്റിയിരുന്നു തന്നെയാ പറയുന്നത് കേട്ടോ. എന്നാലും നിന്റെ അത്ര ഇല്ലല്ലോ, ഞാൻ കുറച്ച് പൈസ മുടക്കിച്ചെന്നല്ലേ ഉള്ളൂ. എടി നമുക്ക് അടിച്ച് പൊളിച്ച് സുഖിച്ച് കുടിച്ചും തിന്നും ഈ പെണ്ണുങ്ങൾക്കില്ലേ, നമ്മുടെ ഇവിടുത്തെ കാനാക്കുറ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ കൂടെ അടിച്ച് പൊളിച്ച് അങ്ങ് നടന്നിട്ട് പോയാലോ? എന്നാൽ അങ്ങനെ ആവാം. ഞാൻ ബേബി, ഞാൻ ബിബി. പിന്നെ ഞങ്ങൾക്ക് ഒരു സത്യം പറയാണ്ട്, ഇതൊക്കെ ഒരു തമാശന് വേണ്ടി ചെയ്തതാണ്. ഞങ്ങൾ രണ്ടും പേരൻസിൻ്റെ കൂടെ ഇവിടെ വന്നവരാണ്. ഞങ്ങൾ രണ്ടും നാട്ടിൽ പോയി പോയി കെട്ടിയതാണ്. ഞങ്ങൾ രണ്ടും നേഴ്സസും അല്ല, ഫെഡറൽ എംപ്ലോയീസ് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഒരേ ദിവസം ജോലി സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും ഒന്നിച്ച് ജോലി ചെയ്യുന്നു. ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. അയ്യോ നിർത്തിക്ക, ഒരു കാര്യം പറയാനുണ്ട്. ഒറ്റ കാര്യം. എന്തുവാടി ഇനി? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം അവിടെ തുടങ്ങി. എനിക്ക് 19 വയസ്സ്, ഇവക്ക് 35 വയസ്സ്. ഞാൻ ഇവളെ ആന്റിന്ന് വിളിക്കണോ ചേച്ചിന്ന് വിളിക്കണോ എന്നുള്ള സംശയത്തിൽ അവസാനം ചേച്ചിന്ന് വിളിച്ചു. ഇവള് തെറി പറഞ്ഞ് എൻ്റെ കണ്ണു പൊട്ടിച്ചു. എന്നെ നീ ചേച്ചിന്ന് വിളിക്കുന്നോ? ഇവിടെ ആരും ചേച്ചിന്ന് നിങ്ങളൊന്ന് കേൾക്കണം. എനിക്ക് വെറും 24 വയസ്സ്, 2 കുഞ്ഞുങ്ങള്, ഒരു 2 വയസ്സുള്ള ഒരു കൊച്ചു, 1 വയസ്സുള്ള കൊച്ച്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർത്ത് ഞാനായിരിക്കും കൊച്ചെന്ന് പറഞ്ഞപ്പോൾ ദേ കയറി വരും തൊരുത്. ഞങ്ങളെ കണ്ട ഒരു എന്തെങ്കിലും വ്യത്യാസം പറയോ? എന്നിട്ട് ഇവള് കയറി ചേച്ചി എന്നൊരു വിളി. ഒരു വ്യത്യാസവും പറയാല്ലോ, എങ്ങനെ പറയും? നമ്മുടെ ഹെയർ ഡൈ മറയ്ക്കാത്ത നരകളുണ്ടോ മോളെ? ഫേഷ്യലും മേക്കപ്പും മറയ്ക്കാത്ത ചുളിവുകളുണ്ടോ? പിന്നെ ഇവളെ പുറത്തോട്ടിറങ്ങിയ ഒരു 25 വയസ്സിന്റെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരു നടത്തം, പിന്നെ വയറ് മറച്ച് സാരി ഉടുപ്പിക്കുന്ന ആൾക്കാരും, ഇതിൽ കൂടുതൽ എന്തു വേണം? ഇതാണ് വിക്ടോറിയ സീക്രട്ട് എന്ന് പറയുന്ന പോലെ ബേബിയുടെ സീക്രട്ട്. അത് ശരിയാ, വിക്ടോറിയ സീക്രട്ട് മനസ്സിലാവും, പക്ഷെ ബേബിയുടെ സീക്രട്ട് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിനക്ക് വേണം ഇതിന്റെ ഒക്കെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇതിനെ പോലെ വലിച്ചു വാരി കറുത്ത കരിയൊന്നും തലേ തൂക്കത്തില്ല. പിന്നെ എന്താ ചെയ്യണമെന്നറിയാവോ? രാവിലെ ഒരു ഗ്ലാസ് പാലെടുക്കും, കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ ഡൈ അതിൻ്റെ അകത്തൊഴിക്കും, എന്നിട്ട് കേക്കടി, എന്നിട്ട് ഞാനതൊക്കെ കുടിക്കും. ഇത് റൂട്ടിൽ കൂടെ കറുത്തിറങ്ങി വരും. റൂട്ടിൽ കൂടെ അല്ല ഇറങ്ങി വരുന്ന, മൂട്ടിൽ കൂടെ കറുത്തിറങ്ങി വരും. വൃത്തികേട് പറയാതെടി, ഉള്ള കാര്യം പറഞ്ഞതാ മോളെ. പിന്നെ ഞാനൊന്ന് കണ്ണാടി വെച്ചിട്ട് കണ്ണിന്റെ കുഴിവാരി കാണണ്ട. പിന്നെ
എൻ്റെ ഈ സൗന്ദര്യത്തിന്റെ ലക്ഷണം. നിങ്ങളുടെയൊക്കെ വീട്ടില് ഈ ഹാറ്റ് ചില്ലി പൗഡർ എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു റെഡ് പൗഡർ ഇല്ലേ? ഓ, നീ ഉദ്ദേശിക്കുന്ന മുളക് പൊടിയുടെ കാര്യമാണോ? Yes, yes. അയ്യോ ആ കഷ്ടം. സാധനം ഒരു 2 ടീസ്പൂൺ, ഒരു 1 ടീസ്പൂൺ കാപ്പിപ്പൊടി, പിന്നെ മിൽക്ക്, വൈറ്റമിൻ ഡി, പാല് 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 ഓ പാല ആ, പാല് ആ, പാല്. ഇത് കൂട്ടിക്കുഴച്ച് മിക്സാക്കി നമ്മുടെ മുഖത്ത്, കണ്ണിന്റെ അടിയിലും മുകളിലും താഴെ ഒക്കെ എഴുതി വെക്കുക. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞേ കഴുകിക്കളയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ 5 മിനിറ്റ്സ് കഴിയുമ്പോൾ കഴുകാൻ തോന്നും, 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തോന്നും, ഇല്ലെങ്കിൽ 1 മണിക്കൂറാണേലും എടുത്തോ. കഴുകി കഴിഞ്ഞാൽ എന്നെ പോലെ. അതുകൊണ്ടാണ് ഇവളുടെ മുഖത്ത് ഒരു ലെയറേ ഇല്ല, അതിന്റെ താഴത്തെ ലെയർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നിങ്ങൾ ആരും ഇത് ചെയ്തേക്കരുത് മക്കളെ, അപകടമാണ്, അപകടം. ഇവള് മീൻ ചെയ്ത പൊളിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് പൊളിഞ്ഞാലെന്നാ ചുമന്നിരിക്കില്ല അത് കഴിയുമ്പോൾ. അപ്പം നിങ്ങളത് ചെയ്യുക. ഇനി ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ കുസൃതി ചോദ്യം നിങ്ങളോടുണ്ട്. ആദ്യത്തെ കുസൃതി ചോദ്യം അവള് പറയും, ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ടായിരിക്കും. ഡാനി ചേച്ചിനെ സമീപിച്ചാൽ മതി, സമ്മാനം കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഒരു $100 $1 കൂടെ മരിച്ച് കർത്താവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, $100 നരകത്തിലും $1 സ്വർഗത്തിലും പോകുമെന്ന്. അതിനുള്ള കാരണം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ? ബോബനച്ചനുണ്ടായിരുന്ന പുള്ളിക്ക് പെട്ടെന്ന് പിടികിട്ടിയത്. എല്ലാരും കൂടെ പറയുന്നോട്ട് കേക്കത്തില്ല, ഞാൻ തന്നെ ഉത്തരം പറയാം. സമ്മാനം തരാതെ ആദ്യം പറഞ്ഞവർ ആരാന്ന് മേക്ക് ഷുവർ ആക്കിയിട്ട് ഡാനിയുടെ അടുത്ത് തന്നാൽ മതി. ഡാനി നല്ല സമ്മാനം തരും. $1 എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളം പള്ളികളില്. $100 പോകുന്നത് ബാറിലും കസീനോയിലുമാണ്. അതുകൊണ്ടാണ് അവര് നരകത്തിൽ പോകുന്നത്. എടി നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ ഇപ്പൊ ബാറിൽ പോകുന്നവരൊക്കെ അമേരിക്കയ്ക്ക് അല്ല സ്വർഗത്തിൽ പോകുന്നത്. എന്താണെന്നറിയാവോ? സ്വർഗത്തില് ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഭയങ്കര നല്ല അടിച്ച് പൊളിച്ചുള്ള ജീവിത. ഇന്നാളെ ഞാനൊരു അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞതാ, പത്രോസിലിയ ഇപ്പൊ എല്ലാരെയും ചുമ്മാ കയറ്റി വിടുക. ആ സൂചിക്കൊടലൊക്കെ അല്ലേ, അതൊക്കെ മാറ്റി ഇപ്പൊ വലിയൊരു വട്ട വെച്ചിരിക്കുന്ന, അപ്പൊ ആർക്കും കയറി പോകാം. അപ്പൊ നിനക്ക് സുഖമായിട്ട് നിന്നെയും കയറ്റി വിട്ടൂടി, നീ പേടിക്കണ്ട. വിൽ ബി ദേ. ഇനി എന്റെ ക്വസ്റ്റ്യൻ, ഞാൻ ഇംഗ്ലീഷുകാരിയുണ്ട്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വിൽ ബി ക്യൂ. 20 + 20 + 20 times 42. What's the answer? Anybody knows? Come to the front. Anybody knows? 1, 2, 3, 4, 4, 5, 5, 6. ആർക്കും അറിയത്തില്ലല്ലേ? ഞാൻ തന്നെ അതിനകത്ത് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ വിൽ ബി ക്യൂ. സോ ആൻസർ വിൽ ബി ക്യൂ. പിന്നെ 20 + 20 times 42 എന്നൊക്കെ പറഞ്ഞു, എനിക്കും എൻ്റെ പൊന്നു മക്കളെ അറിയത്തില്ല. ആൻസർ ഷുഡ് ബി ക്യൂക്ക്. ക്യൂക്ക് ഇസ് ദ ആൻസർ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട് തരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടൊക്കെ വരണമെന്ന് ടീച്ചേഴ്സൊക്കെ പറയുന്ന ഓർക്കുന്നുണ്ടല്ലോ. ന്യൂസ് പേപ്പറിൻ്റെ ഫുൾ ഫോം, നോട്ട് മീനിങ്, ഫുൾ ഫോം. ആരെങ്കിലും ഇപ്പം അറിയാമല്ലെങ്കിൽ പതുക്കെ അറിഞ്ഞ് എന്നെയോ ഇവളെയോ സമീപിക്കുക. സമ്മാനം ഡാനി പല്ലാട്ടുതടം തരുന്നതായിരിക്കും. പല്ലാട്ടുമടം. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ബേബി ആൻഡ് ബിബി, വി വൈൻഡിങ് ഓഫ്. ബൈ ബൈ. ബൈ.